ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ ഓഫ് ഡേനി. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞാനിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് 3 പീസസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കിറ്റാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിൽ ഞാൻ നോക്കിയപ്പം എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ടോയ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു. ഞാൻ ഇന്ന് 2-3 ദിവസത്തിന് മുമ്പെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. എനിക്ക് ഇന്നാണിത് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കിറ്റ്. 3 പീസസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കിറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താണുള്ളതെന്ന് എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. എനിക്കിത് പൊട്ടിച്ചേക്കാൻ തോന്നാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചേക്കാം. അതിൽ നിന്ന് കുറച്ച് പീസ് കട്ടായി വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു കുറച്ച് പേപ്പർ വന്നിട്ടുണ്ട്, മാറ്റിയേക്കാണ്. ഇതാണ് ഈ സാധനം. നമുക്ക് ഇതിലുള്ള കവർ നമുക്ക് നോക്കാം. ഇതിൽ 3 പീസസ് കാർഡ്ബോർഡ് പീസസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ എൽസയാണ് വന്നിട്ടുള്ളത്. ഇതിലും എൽസയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗൈസ്, ഇവിടെ ഒരു പ്രിൻസസും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് എന്താണോ ഉള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറച്ച് ഒരു സ്റ്റിക്കും തന്നിട്ടുണ്ട്. പിന്നെ സ്മോൾ പീസസ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ എൽസ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് എൽസയാണ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഇത് ചെയ്ത് കാണിച്ചു തരാം. പൊട്ടിക്കാം. പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കതൊന്ന് അകത്തോട്ട് എടുക്കാം. ഗൈസ്, ഇവിടെ നമുക്ക് ഇത് കീറേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ഇങ്ങനെ എടുക്കായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ സ്ക്രീനിൽ കാണിച്ചത് പോലെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സാധനം, ഈ ഒരു കാർഡ്ബോർഡ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സാധനത്തിനെ നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ കുത്തിയിറക്കിയ ശേഷം അതൊരു പാവാടയായിട്ട് മാറും. ഇത് ഞാൻ സ്ക്രീനിൽ കാണിച്ചതുപോലെ പാവാടയായിട്ട് മാറും. അപ്പം നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇത് പൊട്ടിക്കാം. കുറേ പീസസ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് പറന്നു പോകും ഗൈസ്. ഇവിടെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. ഞാൻ ചെയ്ത് ഞാൻ നോക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഈ ഒരു ഹോളിൻ്റെ അകത്തോട്ട് വെക്കാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് ഹോളിലോട്ടാണ് ഈ ഒരു ഹോളിലോട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കുന്നേ ഗൈസ്. നമുക്ക് ഹോളിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാം. ഇത് കയറുന്നില്ല ഗീസ്. നമുക്ക് ഇതേപോലെ ഒരെണ്ണം കയറിയിട്ടുണ്ട്.
ഒരെണ്ണം കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ട്രൈ ചെയ്യാം. അടുത്ത നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡിൽ പോലെയാണ് വരുന്നത് ചെയ്യാം. അടുത്ത നമ്മൾ വേറൊരു ഹോളിലോട്ടാണ് കേട്ടോ ഇറക്കാൻ പോകുന്നത്. ചെയ്യാണേ. ഞാൻ വേറൊരു ഹോളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത്രയും കുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് രസം കാണത്തില്ല. ഞാൻ ഫൈനലായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നല്ല രസമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ തന്നെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ് ഇത് ഇങ്ങനെ. അപ്പോൾ ഗൈസ് ഞാൻ ബ്ലൂ സൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത് എനിക്ക് പിങ്ക് സൈഡും കൂടെ ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഓർഡർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു സ്ഥലത്തിലോട്ട് നമുക്ക് ചെയ്യുമ്പോൾ നല്ല കൂടുതൽ രസമായിട്ട് വരും. അപ്പോൾ ഞാൻ ഇത് പിങ്ക് സൈഡൊന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഫൈനൽ റിസൾട്ട് ഞങ്ങൾക്ക് കാണിക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് നമ്മൾ സ്റ്റഡി ടേബിളിൽ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് എവിടെ വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്തതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ വെക്കാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ബാക്കിയും പീസസ് വരുന്നുണ്ട്. അത് നമുക്ക് വേറെ എവിടെയും നമുക്ക് എന്തെങ്കിലും യൂസ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ നമുക്ക് വേറെ ഇതേപോലത്തെ കാർഡ്ബോർഡ് പീസ് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതെടുത്ത് ഞാൻ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണത്തിൽ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പ്രിൻസസ് ആണ്. നമുക്ക് ഇത് പൊട്ടിക്കാം. പൊട്ടിക്കാണേ. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ എൽസ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിനെയും ചെയ്തെടുക്കാം. പൊട്ടിക്കാം. ഇതും നമ്മൾ
നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഹോൾസിൻ്റെ അകത്ത് ഇതേപോലെ തന്നെയാണ് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതെല്ലാം. ഈ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്, നമുക്ക് വേറെ ഏത് സ്റ്റിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നേക്കുന്നത്. എനിക്ക് ഓൾറെഡി പർപ്പിൾ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ് പർപ്പിൾ. ഞാൻ ചെയ്യാണിത്. ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് എൽസേനെ പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ആ എൽസേനെ പോലെ തന്നെയാണ് നമ്മളത് ചെയ്യേണ്ടതും. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ എവിടെയാണോ ഹോള് നമുക്ക് അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ കുത്താനായിട്ട്. അല്ലെങ്കിൽ ഇത് എന്താ ഈ പാവാട വെച്ചേക്കുന്ന പോലെ സ്കേർട്ട് അത്രയ്ക്ക് ഭംഗിയായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് പീസും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് കാണിക്കാം. നല്ല ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കാം. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമുക്ക് ഇതും നമുക്ക് എൽസേനെ പോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമെടുത്ത് വെക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല കവറിങ്ങും എല്ലാം. അപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് തേർഡ് പീസാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് പൊട്ടിക്കാണ്. നമുക്കിത് എടുക്കാം. ഇത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു കാർഡ്ബോർഡ് പീസാണ് നമ്മൾ വന്നത്. ഇതും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് ഈ ഒരു കളറും ഈ ഒരു കളറും സെയിം ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പൊട്ടിച്ചു നോക്കാം. ഇതും പർപ്പിളാണ്. ഇത് പർപ്പിളിൻ്റെ കൂടെ നമുക്ക് ഒരു ബ്ലൂ കളർ സ്കൈ ബ്ലൂവിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് കളർ ഷെയ്ഡാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതും കൂടെ ഫിക്സ് ചെയ്തിട്ട് കാണാം. ഞാൻ പർപ്പിളാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ തേർഡ് പീസ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഗൈസ് ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതിൽ ഏത് കാർഡ്ബോർഡ് പീസിലുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഗൈസ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഇത് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ മൈൻഡ് ഫ്രീ ആവുകയും നമ്മൾ അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഇത് ചെയ്തപ്പോൾ എൻ്റെ മൈൻഡൊക്കെ ഫ്രീ ആയി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം. അപ്പം ഇതിന് നിങ്ങൾ വിചാരിക്കും ഇതിന് ഭയങ്കര റേറ്റ് ആണെന്ന്. പക്ഷെ അത്രയ്ക്ക് അങ്ങനെ റേറ്റ് ഇല്ല ഗൈസ്. ഇതിന് 349 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.